ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ദോശയായിരുന്നു കേട്ടോ. അരിപ്പൊടിയുടെ ദോശയല്ല, അരിപ്പൊടിയും മുട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കണ മറ്റേ ദോശയായിരുന്നു. ഞാനിവിടെ മാറാല ദോശ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ആ ദോശയായിരുന്നു. പിന്നെ അതിന് കറിയായിട്ട് തലേ ദിവസത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നീട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശയും ആ കറിയും കൂടെ കഴിക്കും. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഒക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ എടുക്കാതെ ഇരുന്നിട്ട് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ല. പൊളിക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതായത് തേങ്ങ ഒക്കെ പൊളിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ തേങ്ങ ചിരകി പാലെടുത്ത് വെക്കണം. അപ്പോൾ മീൻ കറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിക്കും കൂടെയുള്ള തേങ്ങ ചിരകാലോ എന്ന് വിചാരിച്ചിട്ട് ഒപ്പം അതിനായിട്ട് ഇരുന്നു കേട്ടോ. ഇങ്ങനെ തലേ ദിവസത്തെ കറിയൊക്കെ ഇങ്ങനെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചിക്കൻ കറിയൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കടി ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും കറി ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് ദോശ ഉണ്ടാക്കുക എന്നുള്ളത്. ആ പണിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അത്യാവശ്യം പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അങ്ങനെ മീൻകാരൻ എപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. ചാള തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത്. കുറേ ആയി ചാള തന്നെയാണ്. വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ചാള ഇങ്ങനെ കിലോ 100, 2 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ മീൻകാരൻ്റെയിലും ചാള തന്നെയാണ്. ചാളയും ചെമ്മീനായിരുന്നു. ചെമ്മീനാണെങ്കിൽ നല്ല വില, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ചൊരു വലുപ്പം വെച്ചേക്കുന്നു ചാള. ഇപ്പോൾ കിട്ടണ ചാളൊക്കെ ഒരേ വലുപ്പമായിരുന്നു കുറേ കാലമായിട്ട്. ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ചൊന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. ചാള ആയതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് കറി വെക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തക്കാളിയും സബോളയും പച്ചമുളകും എല്ലാം കൂടെ ചോപ്പറിലിട്ട് ഒരുമിച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കഷ്ണം മാങ്ങിഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീൻ വേവിച്ചെടുത്തു കേട്ടോ. മൊത്തം മീൻ ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നന്നാക്കി കായം പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിലോ അല്ലെങ്കിൽ നാളേക്കോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസമായിട്ട് മീനില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പൂച്ചയ്ക്ക് മീൻ കിട്ടിയപ്പോൾ വല്ലാത്തൊരു പരാക്രമം കേട്ടോ. അങ്ങോട്ട് അടക്കണം ഇങ്ങോട്ട് അടക്കണം. മീനിൻ്റെ മണം വന്നിട്ടേ മീനിൻ്റെ വെള്ളം ഒന്ന് കൊണ്ടുപോയി ഒഴിക്കാൻ പോയപ്പോഴാണ്. നടക്കാനാണെങ്കിൽ സമ്മതിക്കണില്ല. കറി തിളച്ച് പോകും. പൂച്ച ഒന്നങ്ങോട്ട് നീക്കുന്നിട്ട് പൂച്ചയ്ക്ക് ഉണ്ടാ മനസ്സിലാവണം. പൂച്ച പരക്കം പായന്നെ. പൂച്ചക്കുള്ളതാണ് കൊണ്ടുപോകണമെന്നുള്ള ബോധം വല്ലതും പൂച്ചക്കുണ്ടാവും. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് വരുമ്പോഴേക്കും കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുളക് കറിയില്ലേ, വല്ലാണ്ട് പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ആവുകയും ചെയ്യും. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തിളച്ചതിൻ്റെ ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.